റഷ്യയുടെ എയർബേസിൽ ഉക്രൈൻ കഴിഞ്ഞ 2 ദിവസമായി മിസൈൽ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ എടുക്കുക മാത്രമല്ല, ഇന്നലെ അർദ്ധരാത്രി ഈ ഒരു എയർബേസിൽ 8-ലധികം ATACMS മിസൈലുകൾ ഫയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ സർപ്രൈസ് നൽകുന്ന ഒരു കാര്യം, S-400ഉം പങ്ഷീർ എയർ ഡിഫൻസ് സിസ്റ്റവും ചേർന്ന് ഈ 8 മിസൈൽസിനെയും എയർബേസ് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ വെടിവെച്ച് വീഴ്ത്തി. റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ പ്രഖ്യാപനം ഇപ്പോ വലിയ ആശ്ചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. S-400 ATACMSനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം അല്ല. കാരണം അത് ബാലിസ്റ്റിക് മിസൈൽസിനെയും മീഡിയം റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈൽസിനെയും ഡിഫണ്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഒരു സംവിധാനമാണ്. എന്നാൽ ഇവിടെ പങ്ഷീർ ഡിഫണ്ട് ചെയ്തുവെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. റഷ്യയുടെ വാർണേഴ്സ് എയർബേസ് അല്ലെങ്കിൽ ബാൾട്ടിമോർ എയർബേസ്, കേഴ്സ്ക്, ബെൽഗറോഡ് ഈ പ്രവശ്യ കഴിഞ്ഞ് മോസ്കോയിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ ദൂരത്തിലുള്ള റഷ്യയുടെ മോസ്കോ മിലിറ്ററി കമാൻഡിന് കീഴിലുള്ള ഒരു ടാക്ടിക്കൽ എയർബേസ് ആണിത്. ഈ വ്യോമസേന താവളത്തിൽ ഒരുപാട് ബോംബർ വിമാനങ്ങൾ, S-24 മിഗ് സീരീസിലുള്ള വിമാനങ്ങൾ, Su-30 വിമാനങ്ങൾ, ഇങ്ങനെ റഷ്യ ഏറെ കാലമായി ഉക്രൈനെ ആക്രമിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കേഴ്സ്ക് ഒഫൻസീവ് ഉക്രൈൻ ആരംഭിച്ചപ്പോൾ റഷ്യൻ പ്രദേശങ്ങൾക്കുള്ളിൽ വീണ്ടും ATACMS ഫയർ ചെയ്യുന്നതിന് ഉക്രൈന് ഒരു അനുവാദം നൽകിയതിനു ശേഷവും റഷ്യ ഈ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് വിമാനങ്ങളെ പിന്നിലേക്ക് കൊണ്ടുപോയി. എന്നാൽ വീണ്ടും ഈ ഒരു കൗണ്ടർ ഒഫൻസീവ് ഉക്രൈൻ കേഴ്സ്കിനുള്ളിൽ ചെയ്തപ്പോൾ റഷ്യയുടെ ഈ ഒരു ബേസിനെ ഉപയോഗിച്ച് തന്നെ ഉക്രൈന്റെ പൊസിഷൻസിൽ റഷ്യ ആക്രമണം നടത്താൻ തുടങ്ങി. ഇത് ശരിയായി ഊഹിച്ചെടുത്ത ഉക്രൈൻ ചെയ്തത് ഈ ഒരു ബേസിനെ ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ ചിന്തിച്ചു. കാരണം കഴിഞ്ഞ കാലം എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ ഉക്രൈന്റെ ഡ്രോൺ സ്ട്രൈക്ക് റഷ്യൻ പ്രദേശങ്ങളെ നോക്കിയൊക്കെ ചെയ്തത്, അപ്പോഴെല്ലാം റഷ്യക്ക് അതൊരു സിവിയർ ആയിട്ടുള്ള നാശം തന്നെ നൽകി. പെട്ടെന്ന് പല മടങ്ങ് വെടിമരുന്ന് ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു ഗോഡൌൺ ഉക്രൈന്റെ ഡ്രോൺ സ്ട്രൈക്കിന് ഇരയാകും. അങ്ങനെ ഇരയാകുമ്പോൾ മൊത്തമായി അത് റഷ്യയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതുവരെയും 8 സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കൃത്യമായ ആക്രമണം ഉക്രൈൻ നടത്തിയിട്ടുണ്ട്. അതിനാൽ ഇത്തവണ ഈ അമ്മുനേഷൻ ഡെപ്പോസിനെ ആക്രമിക്കുക മാത്രം അല്ല, ഈ പ്രദേശങ്ങളെ നോക്കി നമ്മുടെ മിസൈൽസിനെ അയക്കുന്നതിലൂടെ മോസ്കോയ്ക്ക് നമുക്കൊരു വലിയ മുന്നറിയിപ്പ് നൽകാൻ കഴിയുമെന്ന് ഉക്രൈൻ ചിന്തിച്ചു. എന്നാൽ ഇതിലുള്ള ഒരു വലിയ റെഡ് ലൈൻ എന്താണെന്ന് അറിയണ്ടേ? കേഴ്സ്കിനുള്ളിൽ ATACMS ഫയർ ചെയ്യുന്നതും അതുപോലെ മറ്റ് എയർബേസസിൽ റഷ്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ ATACMS ഫയർ ചെയ്യുന്നതും സാധാരണ ഒരു കാര്യമല്ല. കാരണം ഇതിന്റെ അടുത്ത റീജിയൺ മോസ്കോയുമായി ഡയറക്റ്റ് കണക്ട് ആകുന്നത് പോലുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല റഷ്യയുടെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്റേഴ്സും കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്സും ഈ എയർബേസിലുണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നിട്ടും ഉക്രൈൻ ഈ ഒരു റിസ്ക് എടുത്തു. ഇന്നലെ രാത്രി സംഭവിച്ചത് ഏകദേശം 8 ATACMSനെ ഈ ഒരു ബേസിനെ നോക്കി ഉക്രൈൻ ഫയർ ചെയ്തു. ഇതിനകം ഒരു കണക്കുണ്ടായിരുന്നു, വെറും 50 മിസൈൽസ് മാത്രമേ ഉക്രൈൻ ഉള്ളൂ എന്ന്. എന്നാൽ അതിൽ നിന്ന് ഒരു 8 മിസൈൽസ് അവർ ഫയർ ചെയ്തു. അവരുടെ പക്കലുള്ള സ്റ്റോക്കിൽ നിന്നും 20% ഈ ഒരു എയർബേസിനെ നോക്കി അവർ അയച്ചു. ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നുള്ളത് ഈ റഷ്യയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇങ്ങനെ ഇവർ അയച്ചതിന് ശേഷം റഷ്യയുടെ സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഏകദേശം റഷ്യയുടെ പ്രാദേശിക സമയം അനുസരിച്ച് അർദ്ധരാത്രി 2 മണിയോടുകൂടി ഞങ്ങളുടെ എയർ റെയ്ഡ് അലാറം സജീവമാകുന്നു. എന്നിട്ട് സംയുക്ത പ്രവർത്തനത്തിലൂടെ S-400ഉം പങ്ഷീർ എയർ ഡിഫൻസ് സിസ്റ്റവും അവിടെ എൻഗേജ് ആകുന്നു. അടുത്ത 4 മിനിറ്റിനുള്ളിൽ, അതായത് എയർ റെയ്ഡ് അലാറം മുഴങ്ങി അടുത്ത 4 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ ഏരിയൽ ടാർഗറ്റ്സിനെയും ഡൌൺ ചെയ്തു. 12 ഡീകോയ് മിസൈൽസ്, ATACMS മിസൈൽസ്, 9 ഡ്രോൺസ്, ഇവയെല്ലാം ഈ 2 പ്രതിരോധ സിസ്റ്റവും വെടിവെച്ച് വീഴ്ത്തി. കൂടാതെ ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സും ആന്റി മിസൈൽ പീരങ്കികളും ഇവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവരുടെ അറിയിപ്പിൽ പറഞ്ഞു. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് സാധാരണ കാര്യമായി തോന്നാം. ഇതിൽ S-400ന്റെ പേരകത്തേക്ക് വരിക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൗണ്ടർ മെഷറിനെ കുറിച്ച് പറയുക, ഇതൊക്കെ അത്ഭുതം നിറഞ്ഞ കാര്യമൊന്നും അല്ല, വലിയ ചർച്ച ചെയ്യേണ്ട കാര്യമായിട്ടും ഇല്ല. എന്നാൽ ഇവിടെ പങ്ഷീർ അകത്തേക്ക് വന്നു, അല്ലെങ്കിൽ പങ്ഷീർ ഉപയോഗിച്ച് ഞങ്ങൾ ഡിഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞതാണ് വളരെ വിചിത്രമായി തോന്നുന്നത്. കാരണം S-400 എന്നത് ഒരു വിശാലമായ ഏരിയ കവർ ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ്. ഏകദേശം 600 കിലോമീറ്ററിനെ തന്റെ സർവൈലൻസിൽ വയ്ക്കാൻ കഴിവുള്ള 380 കിലോമീറ്ററിനും അപ്പുറം, അതായത് ഒരു 400 കിലോമീറ്ററിനപ്പുറം നിന്നും വരുന്ന ടാർഗറ്റ്സിനെ എൻഗേജ് ചെയ്യാൻ കഴിവുള്ള ഒരു സംവിധാനം. അത്രയും കപ്പാസിറ്റി S-400നുണ്ട്. അതുപോലെ ATACMS അകത്തേക്ക് വന്നല്ലോ. ഈ ATACMSനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളത് സാധാരണ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അല്പം പ്രയാസമായ കാര്യമാണ്. കാരണം
ബാലിസ്റ്റിക് മിസൈൽസിനെ ഈസിയായി ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ATACMS എന്നത് ക്വാസിഡ് ബാലിസ്റ്റിക് ട്രജറ്ററി ആണ്. അതായത് യു ഷേപ്പിൽ ഒരു ട്രജറ്ററി ഫോം ആകും. ഇതാണ് ബാലിസ്റ്റിക് മിസൈലിന്റെ ട്രജറ്ററി. ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ ക്വാസിഡ് ബാലിസ്റ്റിക് മിസൈൽസിനെ കുറിച്ച് നമ്മൾ അധികമൊന്നും സംസാരിച്ചിട്ടില്ല. ഇത് അർത്ഥമാക്കുന്നത് മിസൈൽ ബൂസ്റ്റേഴ്സ് ഉപയോഗിച്ച് മുകളിലേക്ക് ക്ലെയിം ആയതിനു ശേഷം കൃത്യം അതിന്റെ 70% ക്ലെയിം റേഷ്യോ അവസാനിപ്പിച്ചിട്ട് താഴേക്ക് വരും. ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ അത് താഴേക്ക് വന്ന് സാധാരണ ഒരു ക്രൂയിസ് മിസൈൽ പോലെ അതിന്റെ പാത ഡീവിയേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അതായത് മുകളിലേക്ക് ചെന്ന് അതിന്റെ പീക്ക് അറ്റൈൻ ചെയ്തതും വീണ്ടും താഴേക്ക് ഇറങ്ങും. അവിടെ നിന്ന് ഒരു ചെറിയ സ്ലോപ്പ് ഡയറക്ഷൻ പോലെ പോകും. അങ്ങനെ അതിന്റെ പാത്ത് സ്വയം മാറ്റിക്കൊണ്ടിരിക്കും. എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല എന്നതിനു വേണ്ടി. കാരണം മുകളിലേക്ക് പോകുമ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ കണ്ടുപിടിക്കും. എന്നാൽ ഇതിൽ ട്രിക്കി ആയ ഒരു കാര്യം, അത്രയും ആൽറ്റിറ്റ്യൂഡിലായിരിക്കും അത് വരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് വളരെ ലോ ആൽറ്റിറ്റ്യൂഡിൽ വരികയും പ്രതീക്ഷിക്കാത്ത സമയത്ത് ടാർഗറ്റിനെ ആക്രമിക്കുകയും ചെയ്യും. ഇതാണ് ക്വാസിഡ് ബാലിസ്റ്റിക് ട്രജറ്ററി. അപ്പോ തീർച്ചയായും ഇതിനെ S-400 കൊണ്ട് നമുക്ക് ഗ്യാദർ ചെയ്യാൻ കഴിയും. എന്നാൽ പങ്ഷീർ ഇവിടെ ഉപയോഗിച്ചു എന്നും പറയുന്നു. അതെങ്ങനെ സംഭവിക്കും? സത്യത്തിൽ ഇത് ഇന്റർസെപ്ഷൻ ചെയ്തിട്ടുണ്ടാകുമോ എന്ന് നോക്കിയാൽ പങ്ഷീറിന്റെ എല്ലാ വേരിയന്റിനെ കൊണ്ടും ഈ ബാലിസ്റ്റിക് മിസൈൽസിനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസിനെയോ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ 2024 ഓഗസ്റ്റ് മാസത്തിൽ റഷ്യ ഒരു അറിയിപ്പ് നൽകുന്നു. ഈ പങ്ഷീറിൽ തന്നെ S1, SE, പങ്ഷീർ 1 എന്ന നിരവധി വകഭേദമുണ്ട്. ഏകദേശം 8-ലധികം വേരിയന്റ് ഉണ്ട്. ഇപ്പോ അവസാനമായി അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പങ്ഷീർ SN എന്ന ഒരു മിസൈലാണ്. ഇതിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിസൈൽ 57E6 എന്ന മിസൈലാണ്. എന്നാൽ അവസാനമായി അപ്ഗ്രേഡ് ചെയ്ത SM വേരിയന്റ്, ഇതിൽ 57E6E വേരിയന്റ് എന്ന ഒരു വേരിയന്റ് പുറത്തു കൊണ്ടുവന്നു. ഇതിന്റെ മുഴുവൻ ഭാരം തന്നെ 120 കിലോയാണ്. സാധാരണ S-400ന്റെ 406E മിസൈലിന്റെ ഭാരം 1.8 ടൺ വരും. 1800 കിലോയിൽ അതിന്റെ വാർഹെഡിന്റെ മാത്രം വെയിറ്റ് എന്നത് 300 കിലോ ഉണ്ടാകും. എന്നാൽ ഇപ്പോ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മിസൈൽ ഇതിന്റെ പരമാവധി ഭാരം തന്നെ 150 മുതൽ 180 കിലോയ്ക്കുള്ളിലാണ്. ഇതിലും ഇവ ചുമന്ന് ചെല്ലുന്ന വാർഹെഡിന്റെ വെയിറ്റ് എന്നത് 30 കിലോയിലധികം. അതായത് 5ൽ 1 ഭാഗം വാർഹെഡിന് വേണ്ടി മാത്രം ഇവർ ചിലവാക്കിയിട്ടുണ്ട്. ഇതിന്റെ ജോലി ഒരു പ്രത്യേക പ്രദേശത്തെ മാത്രം സംരക്ഷിക്കാനായി കണ്ണിൽ പോലും കാണാത്ത ഒരു കവചം സൃഷ്ടിക്കും. S-400നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പങ്ഷീറിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു പ്രത്യേക ഏരിയ മാത്രം കവർ ചെയ്യുന്നത് കൊണ്ട് 15 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ഏതൊരു ഏരിയൽ ഓബ്ജക്റ്റ് വന്നാലും, അതിപ്പോ ബാലിസ്റ്റിക് മിസൈൽ, ഹെലികോപ്റ്റേഴ്സ്, ഫൈറ്റർ ജെറ്റ്സ്, വീണ്ടും ചില ക്രൂയിസ് മിസൈൽസ്, ഇവയെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇതിന് മുൻപുള്ള വേരിയന്റിന്റെ മാക്സിമം എൻഗേജ്മെന്റ് ആൾട്ടിറ്റ്യൂഡ്, അതായത് എത്ര ഉയരം വരെയും പോയി ടാർഗറ്റ് റീച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ വെറും 4 മുതൽ 5 കിലോമീറ്റർ മാത്രമാണ്. അപ്പോ ഇപ്പോ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഈ വേരിയന്റിൽ ഒരുപാട് കാര്യങ്ങൾ റഷ്യ മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും വാർഹെഡിന്റെ അളവ് കൂട്ടി. ഇങ്ങനെ ഒരു മിസൈൽ അയച്ചതിനു ശേഷം ഇത് S-400 റഡാറുമായി കണക്ട് ആകും. ഇങ്ങനെ S-400 റഡാറിൽ നിന്ന് വരുന്ന ഇൻപുട്സ് ഇത് വാങ്ങുകയും അകത്തേക്ക് വന്ന ഏരിയൽ ടാർഗറ്റിനെ ഇത് എൻഗേജ് ചെയ്യും. ഇതിൽ ടെക്നിക്കലായി മറ്റൊരു കാര്യവും ഉണ്ട്. അവരുടെ ആ ഒരു പ്രഖ്യാപനത്തിൽ തന്നെ അവർ പറഞ്ഞത് അവസാനത്തെ 9-10 സെക്കൻഡിനുള്ളിൽ പങ്ഷീർ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ്. അപ്പോ ഈ കാൽക്കുലേഷൻ മാനുവലായി എടുത്തു നോക്കിയാൽ അകത്തേക്ക് വന്നിരിക്കുന്ന ATACMS മിസൈലിന്റെ മാക്സിമം വേഗത എന്നത് 3.2 മാക്കിലും അധികമാണ്. അതായത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 3.2 മടങ്ങ് വേഗതയിൽ പോകും. എന്നാൽ അത് തന്നെ ഈ പങ്ഷീർ എയർ ഡിഫൻസ് സിസ്റ്റം അതിന്റെ 57E6E വേരിയന്റ് മിസൈലിന്റെ വേഗത, പരമാവധി വേഗത എന്നത് മാക് 3.8ലും അധികമാണ്. അതായത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 4 മടങ്ങ് വേഗതയിൽ പോകും. വ്യക്തമായി വീണ്ടും പറഞ്ഞാൽ പെർ സെക്കൻഡിന് 1 സെക്കൻഡിൽ 1000 മീറ്ററും താണ്ടി പോകാൻ സാധിക്കും. അപ്പോ ATACMS തറയിൽ വന്ന് റീച്ച് ആകുന്നതിന്, അതായത് ഈ 10 കിലോമീറ്ററിൽ നിന്നും തറയെ നോക്കി അതിന്റെ ഗ്രാവിറ്റി യൂസ് ചെയ്ത് എൻജിൻസ് ഉപയോഗിച്ച് ATMS റീച്ച് ചെയ്യുന്നതിന് എടുക്കുന്ന സമയം എന്നത് ഏകദേശം 9 മുതൽ 12 സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 15 സെക്കൻഡിനുള്ളിലാണ്. അതുപോലെ തന്നെ ഈ പങ്ഷീർ മിസൈലും ഇതിനെ ഡിഫൻഡ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നതും ഇതേ ടൈം ഫ്രെയിമിനുള്ളിലാണ്. പങ്ഷീർ ഈ ഒരു ഡിസ്റ്റൻസ് റീച്ച് ചെയ്യാൻ എടുക്കുന്ന സമയവും 9 മുതൽ 15 സെക്കൻഡ് ആണ്.
അപ്പോ റഷ്യയുടെ S-400ന്റെ എൻഗേജ്മെന്റ് ഹൈറ്റ് എന്നത് ഇതിലും അധികമാണ്. അതായത് ഇൻകമ്മിംഗ് ബാലിസ്റ്റിക് മിസൈൽസിനെ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 12 കിലോമീറ്ററിലും അധികമാണെങ്കിൽ മാത്രമേ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ആൽറ്റിറ്റ്യൂഡ് കുറയും തോറും S-400നെ കൊണ്ട് എൻഗേജ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പങ്ഷീർ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് റഡാറിന്റെ സഹായത്തോടു കൂടി S-400 റഡാർ പങ്ഷീറിന് സഹായിക്കുകയും ആ ഒരു മിസൈൽ അകത്തേക്ക് വന്ന ATACMSനെ ഇന്റർസെപ്റ്റും ചെയ്ത് അവസാനിപ്പിച്ചു. ഇതിൽ പങ്ഷീർ എത്ര മിസൈൽസിനെ വെടിവെച്ച് വീഴ്ത്തി, S-400 എത്ര മിസൈൽസിനെ വെടിവെച്ച് വീഴ്ത്തി എന്ന ഡേറ്റ അറിയില്ല. എന്നാൽ ഇത് എൻഗേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം റഷ്യൻ സൈഡിൽ നിന്നും കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ പങ്ഷീർ ഒരു ATACMSനെ വെടിവെച്ച് വീഴ്ത്തിയാൽ പോലും അത് ആശ്ചര്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു നോർമൽ പോയിന്റ് ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് അകത്തേക്ക് വരുന്ന ക്വാസി ബാലിസ്റ്റിക് ട്രജക്ടറിയിൽ വരുന്ന ഒരു മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അതിന്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. കൂടാതെ ഈ ഒരു മിസൈൽ പ്രൊഡക്ഷൻസിന്റെ അടുത്ത ഘട്ടത്തെയും കാണിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം മുതൽ ഇപ്പോൾ വരെയും ഒരു 7 മാസം. ഈ 7 മാസത്തെ ടൈം ഫ്രെയിമിൽ ഇവർ യുദ്ധത്തിൽ പഠിച്ച ഇത്ര കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു മിസൈലിനെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് അയക്കുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു പാഠം തന്നെയാണ്. ഉക്രൈനും ഇതുപോലെ തന്നെ റഷ്യൻ മിസൈൽസിനെതിരെയുള്ള കൗണ്ടർ മെഷേഴ്സ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യൻസും അതുപോലെ തന്നെയാണ്. അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ്, ഉക്രൈൻ മെയ്ഡ് വെപ്പൺസിനെതിരെയുള്ള അവരുടെ തന്ത്രങ്ങളും പതിയെ പതിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ യുദ്ധങ്ങൾ എത്രത്തോളം വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നോ അതുപോലെ തന്നെ സാങ്കേതികമായ രീതിയിൽ സാങ്കേതിക വളർച്ചയെയും മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് നല്ലൊരു ഉദാഹരണം ഈ ബാറ്റിൽ തന്നെയാണ്. അടുത്ത കേഴ്സ്ക് ഒഫൻസീവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. കേഴ്സ്കിൽ ഉക്രൈൻ പെട്ടെന്നൊരു കൗണ്ടർ ഒഫൻസീവ് നടത്തുന്നു. അതായത് ഓഗസ്റ്റ് മാസത്തിൽ അവർ നുഴഞ്ഞു എന്ന് പറഞ്ഞു. വീണ്ടും കേഴ്സ്കിൽ റഷ്യയുടെ അധികം പ്രദേശങ്ങളെ പിടിച്ചെടുക്കാനായി ഉക്രൈൻ ഒരു കൗണ്ടർ ഒഫൻസീവ് നടത്തുന്നു. അത് പ്രതീക്ഷിച്ച റിസൾട്ട് ഇപ്പോൾ ഉക്രൈൻ നൽകുന്നില്ല. വളരെ മോശം പ്രത്യാഘാതങ്ങൾ റഷ്യയ്ക്ക് സംഭവിക്കുന്നതിനേക്കാൾ ഉക്രൈന് സംഭവിക്കുന്നുണ്ട്. ഇവയെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്കറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.